സഭയുടെ അമ്മയെ വിസ്തരിക്കണം. പേര്? ഷബാന. എന്ത് ചെയ്യുന്നു? റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്. ഒരൊറ്റ ചോദ്യം, എന്താണ് നിങ്ങളുടെ മകൾക്ക് സംഭവിച്ചത്? Tell us in detail what happened to your daughter. She was raped. I'm sorry? She was raped. Louder, please. She was raped. She was raped and killed. ആ 4 പേര് ചേർന്ന് അവളെ കൊന്നു. അവരെല്ലാം കൂടി എന്റെ മോളെ. നിങ്ങൾ കണ്ടോ? റേപ്പ് ചെയ്യുന്നത് കണ്ടോ? കൊല്ലുന്നത് കണ്ടോ? ഇല്ല. നിങ്ങളുടെ ഇളയ മകൾ കണ്ടോ? ഇല്ല. പിന്നെ കോടതി പോലും ഈ കേസ് ഫയലിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് പടച്ചോൻ നേരിട്ട് ഇറങ്ങി വന്ന് നിങ്ങളോട് പറഞ്ഞോ ആ 4 പേരാണ് അത് ചെയ്തതെന്ന്? Tell us, how did you know? Because it was in the media. Everybody knows in this court. എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്തിനാ എന്നോട്? Please take her to this. Mr. Arvind Swaminathan, what are you trying to do? I just don't understand. Your Honor, ഞാൻ പറഞ്ഞില്ലേ, he is trying to play mind games here. അവരെ പല രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് കുഴപ്പിക്കാൻ ശ്രമിക്കുകയാണ്. This will never take us anywhere. Arvind Swaminathan, this is it. What are you up to? What's your intent? ഒരൊറ്റ കാര്യം, യുവർ ഓണർ. വിക്ടിമിനെ കൊന്നത് ആ 4 പേരാണ് എന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ her mother said it was in the media. It was in the media. അപ്പോ എന്റെ സംശയം, സത്യം പറയാനാണോ മീഡിയ, അതോ മീഡിയ പറയുന്നതാണോ സത്യം? ഉത്തരം അയ്യർ സർ പറഞ്ഞാലും മതി. മീഡിയ പറയുന്നതാണ് സത്യം, അല്ലേ? ആകണമല്ലോ. കാരണം 1994 മീഡിയ ഇതുപോലെ മറ്റൊരു സത്യം, നോട്ട് സത്യം, പറഞ്ഞിരുന്നു. ISRO രഹസ്യങ്ങൾ ചോരുന്നു, ഇന്ത്യൻ ശാസ്ത്രജ്ഞർ രാജ്യദ്രോഹികൾ. കേസ് കോടതിയിലെത്തി. മീഡിയ വിധിച്ച ശിക്ഷ റദ്ദാക്കി. സത്യം തിരിച്ചറിഞ്ഞ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി 25 വർഷങ്ങൾക്ക് ശേഷം രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. പക്ഷേ APJ അബ്ദുൽ കലാമിനൊപ്പം ലോകം വായിക്കേണ്ടിയിരുന്ന പേര് ലോക്കപ്പിൽ കിടന്ന് കേരള പോലീസിന്റെ 3rd ഡിഗ്രി അനുഭവിക്കുമ്പോഴും പത്രങ്ങൾ എഴുതിയത് വായിച്ച് നാടും നാട്ടുകാരും രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിയപ്പോഴും ഡേ ആഫ്റ്റർ ഡേ ആഫ്റ്റർ ഡേ ഇതേ പത്രങ്ങൾ സർക്കുലേഷൻ റെക്കോർഡ് ഇട്ടപ്പോഴും മീഡിയ അന്നും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ അയ്യർ സർ? ആൻഡ് ദാറ്റ് റേസസ് മൈ ക്വസ്റ്റ്യൻ, യുവർ ഓണർ. വിധി പ്രസ്താവിക്കാൻ മീഡിയകളും ശിക്ഷ നടപ്പാക്കാൻ പോലീസും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കറുത്ത കോട്ടും ഗൗണും ഇട്ട് കുറെ കോമാളികൾ? അരെ വാ, what a comparison. What a wonderful comparison, Your Honor. ഡിഫൻസ് വക്കീലിന്റെ ഈ ഡയലോഗ് കേട്ടിട്ട് രോമം എഴുന്നേറ്റ് നിൽക്കുന്നു.